നൽകിയത്. എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം രൂക്ഷമായതോടെ കണ്ടന്തറയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് പഞ്ചായത്ത് അധികൃതരും എക്സൈസും പരിശോധന നടത്തുകയാണ്. ഇന്ന് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. ലഹരി വ്യാപനം കൂടിയിട്ടുണ്ടെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും റൂറൽ എസ് പി കെ സുദർശൻ പറഞ്ഞു. കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ലഹരി വ്യാപനത്തിലും വിപണനത്തിലും ഉപയോഗത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. നിയമം ആരും കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ സ്വമേധയാ നിയമം നടപ്പാക്കാനുള്ള ഒരു പ്രവൃത്തിയും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് പോലീസിന്റെ അഭ്യർത്ഥന. അർജുൻ മട്ടന്നൂർ സ്ഥലത്തുനിന്ന് ചേരുകയാണ്. അർജുൻ, അവിടുത്തെ ആളുകളുടെ ഒരു ആശങ്ക ഈ ലഹരി വ്യാപനത്തിലെയൊക്കെ പ്രശ്നം, അതിഥി തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പോലീസ് ഇതിലൊരു യോഗം വിളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് റൂറൽ എസ് പി പറയുന്നത്? ഇനി ഇത് അങ്ങനെ തന്നെയാണ്. ആ പെരുമ്പാവൂരിലെ ഈ പ്രശ്നം ഈ പ്രദേശവാസികളും ഇതര സംസ്ഥാന തൊഴിലാളികളും തമ്മിലുള്ളൊരു സ്പർദ്ധയിലേക്ക് മാറുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ നടപടിയിലേക്ക് കടക്കുന്നത്. ഈ കാണുന്നത് പെരുമ്പാവൂർ നഗരത്തോട് ചേർന്നുള്ള കണ്ടന്തറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഏതാണ്ട് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഏതാണ്ട് 5000-ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടങ്ങളിൽ താമസിക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മാരക മയക്കുമരുന്ന്, ലഹരിമരുന്ന് അടക്കം ഇവിടെ നിർബാധം ഒഴുകുന്നു. അത് ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നു. മാത്രവുമല്ല ലൈംഗിക തൊഴിലടക്കം ഇവിടെ വ്യാപകമാകുന്നു. ഇത് വലിയ പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളടക്കം ഇവിടെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ചില ലഹരി വിൽപ്പന സംശയിച്ചുകൊണ്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തത്. അത് പിന്നീട് കേസിലേക്ക് അടക്കം എത്തുകയും അത് നാട്ടുകാർ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അത് വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ചേർന്നത്. നാട്ടുകാരുമായുള്ള യോഗമാണ്. അടിയന്തരമായ നടപടികൾ ഉണ്ടാകും, പട്രോളിംഗ് ശക്തമാക്കും. അതോടൊപ്പം തന്നെ ജനകീയ സമിതിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ, അതായത് വാഴക്കുളം, വെങ്ങോല, ഈ 2 പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ എക്സൈസും ആരോഗ്യ വിഭാഗവും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇവിടെ ജനപ്രതിനിധികളൊക്കെ തന്നെയുണ്ട്. എന്താണ് ശരിക്കും ഇപ്പോൾ ഒരു നടപടിയിലേക്ക്, എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്? ഇപ്പോൾ പഞ്ചായത്ത് മുഴുവൻ ഉദ്യോഗസ്ഥരും മുഴുവൻ വിഭാഗങ്ങളും ഇവിടെ ഒരു സംയുക്ത പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസ്, പോലീസ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരൊറ്റ കടകൾ പോലും തുറന്നിട്ടില്ല. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. ലഹരി മാഫിയയുടെ കയ്യിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഇവിടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, നാം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എതിരാണെന്ന്. ഒരിക്കലും ഞങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എതിരല്ല, അവരോടൊപ്പം ഞങ്ങളുണ്ട്. പലപ്പോഴും പല സഹായങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോടൊപ്പമുണ്ട്. പക്ഷേ ലഹരി മാഫിയക്കെതിരെയും പെൺവാണിഭത്തിനെതിരെയും എല്ലാമാണ് നാം പോരാടുന്നത്. തീർച്ചയായും പഞ്ചായത്ത് ജനങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെയാണ് വിനീത. എന്തായാലും ഇപ്പോൾ പോലീസും എക്സൈസും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ സംയുക്തമായ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ലഹരി വ്യാപനം തടയാൻ, അതോടൊപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ലൈംഗിക തൊഴിലടക്കം തടയാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സംയുക്തമായി തന്നെ ഇവർ കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പരിശോധന നടക്കുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത് പെരുമ്പാവൂരിൽ.